പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് വിഷമമുണ്ടാക്കുന്ന ഒരു ദിവസമാണ്. കാരണം ഇന്ന് എൻ്റെ അമ്മയുടെ 3-ാമത്തെ ആണ്ടായി. മരണമാണിന്ന് ഏറ്റവും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വലിയ സബ്ജക്റ്റ്. നമ്മളെ അറിയിക്കാതെയും നമ്മളെ വിളിക്കാതെയും നമ്മളോട് ചോദിക്കാതെ നമ്മുടെ അനുവാദം പോലും കിട്ടാതെയും നമ്മളെ മാടി വിളിക്കുന്ന ഒരു വലിയ സംഭവമാണ് മരണം. ഞാൻ വേദനിച്ചു. എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയപ്പോൾ അതിലുപരി ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. എൻ്റെ താങ്ങും തണലുമായി എല്ലാമായിരുന്നു എൻ്റെ പൊന്നുമ്മ എന്നെ വിട്ടുപോയപ്പോൾ. പലപ്പോഴും ചിന്തിച്ചു, ഇനി ജീവിക്കുന്നത് എന്തിനെന്ന് പോലും. പക്ഷേ ജീവിച്ചല്ലേ പറ്റുള്ളൂ. നമ്മുടെ ജീവിതം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും, ആരൊക്കെ മരണപ്പെട്ടാലും. പക്ഷേ ചിന്തിക്കാത്ത കുറേ ആൾക്കാരുണ്ട് മരണത്തെപ്പറ്റി. നമ്മൾ എത്ര കാശുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ, എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ഒരു ദിവസം മരണം നമ്മളെ പിടിപെടും. നമ്മളെല്ലാം ഉപേക്ഷിച്ച് ഈ ലോകത്തുനിന്ന് പോയേ പറ്റൂ. ഈ ലോകം നമുക്ക് തന്നിരിക്കുന്നത് നല്ല രീതിയിൽ ജീവിക്കാനും എല്ലാവരോടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനാണ്, നന്മകൾ ചെയ്യാനാണ്. നന്മകൾ പണമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നന്മ ചെയ്യാനുള്ള മനസ്സുണ്ടാവും. നമ്മുടെ കയ്യിൽ നിന്നും എത്രത്തോളം സാധുക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കൊടുക്കണം. അന്യൻ്റെ വിഷമം കാണുമ്പോൾ നമ്മൾ കൊടുക്കണം. ഒരുപാട് പേരുണ്ട്, സുഖമില്ലാതെ കിടന്നാൽ പോലും ഒന്ന് വിളിച്ചു ചോദിക്കാൻ സമയമില്ലാത്ത കുറേ ആൾക്കാർ. പക്ഷെ അവർ മനസ്സിലാക്കണം, നീയും നാളെ മരണത്തിന് മുന്നിൽ പോകേണ്ടി വരുമെന്ന്. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് വല്ലാത്തൊരു വിഷമം. ഞാൻ പലപ്പോഴും മരണത്തെപ്പറ്റി ചിന്തിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്, നിലവിളിച്ചിട്ടുണ്ട്. സത്യം, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മ എന്നെ വിട്ടുപോയപ്പോൾ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഉമ്മ വിട്ടുപോയപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു. ഇപ്പോഴെൻ്റെ ആഗ്രഹം, എന്നെ സ്നേഹിക്കുന്ന ഒരു ലോകത്തുള്ള ആരെല്ലാം ഉണ്ടോ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായാലും ബന്ധുമിത്രാദികളായാലും അവർ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് മരിക്കണമെന്ന ആഗ്രഹം. പക്ഷേ ഇതെല്ലാം ദൈവത്തിൻ്റെ ഓരോ നിശ്ചയമാണ്, എങ്ങനെ എന്ത് നടക്കുമെന്നറിയില്ല. അതുകൊണ്ട് നന്മകൾ ചെയ്യുക. നമ്മൾ സ്വത്തും മുതലും പണം ഉണ്ടായിട്ട് കാര്യമില്ല, എല്ലാം വിട്ടെറിഞ്ഞു പോകും. താക്കോൽ കൂട്ടങ്ങൾ, കാറിൻ്റെ താക്കോല് നമ്മളിവിടെ ഉപേക്ഷിക്കേണ്ടി വരും. നമ്മുടെ പേരിലിരിക്കുന്ന പ്രമാണങ്ങൾ നമ്മളിവിടെ ഉപേക്ഷിക്കേണ്ടി വരും. എല്ലാം നമ്മുടെ മക്കളെ പേരിലോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നല്ല ദാനധർമ്മങ്ങൾ ചെയ്ത് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോകുക. മരണം നാളെ നമ്മളെ പിടിവിടും. ഓർക്കണ്ട, എന്നെയും നിങ്ങളെയും എല്ലാവർക്കും ഇതൊരു അറിയിപ്പെന്ന് മാത്രം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.